നമ്മൾ പുതിയ ടോപ്പിക്കാണ്, മോർട്ടാർ എന്നാണ് പറയുക. ടോപ്പിക്കിൻ്റെ പേരെന്താ? മോർട്ടാർ. എന്താ മോർട്ടാർ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ഡെയിലി നിങ്ങൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മോർട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ മോർട്ടാർ? നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യുക? എങ്ങനെയാണ് മോർട്ടാർ ഉണ്ടാക്കുന്നത്? മോർട്ടാർ എന്താണ്? നമ്മുടെ സാൻഡും അല്ലെങ്കിൽ ഒരു ബൈൻഡിങ് മെറ്റീരിയലും അതുപോലെ വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ്ചർ അല്ലേ? ആ മിക്സ്ചർ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക? മോർട്ടാർ എന്ന് പറയുക. ആ മോർട്ടാർ പല റേഷ്യോയിലായിരിക്കും നമ്മൾ ചെയ്യുക. സിമെൻറ്റ് ഇത്രയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ സാൻഡ് ഇത്രയായിരിക്കും എടുക്കുക അല്ലേ? അതിന് വാട്ടർ ചേർക്കുന്നതിനൊരു റേഷ്യോ ഉണ്ട്, വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഓരോ റേഷ്യോയിലാണ് നമ്മൾ അതിൻ്റെ ടെക്സ്ചർ ഫോം ചെയ്തെടുക്കുക അല്ലേ? റേഷ്യോയിൽ വ്യത്യാസം വരും. അതുപോലെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരും. ക്ലിയർ? അതാണ് മോർട്ടാർ എന്ന് പറയുന്നത്. മോർട്ടാർ നമ്മൾ വേറെ എവിടേക്ക് യൂസ് ചെയ്യുക? മെയിൻലി നമ്മൾ മെയ്സൺറിയിൽ യൂസ് ചെയ്യും അല്ലേ? ബ്രിക്കുകൾ ജോയിൻ ചെയ്യിക്കാനായിട്ട്, അതായത് ബ്രിക്കുകളുടെ ജോയിൻസ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? മോർട്ടാർ യൂസ് ചെയ്യും. അറിയുന്നതല്ലേ? മോർട്ടാർ യൂസ് ചെയ്യും. മോർട്ടാർ നമ്മൾ യൂസ് ചെയ്യും. ഇനി മോർട്ടാർ നോക്കാം നമുക്ക്. എന്താണ് ഡെഫിനിഷൻ? മോർട്ടാറിൻ്റെ ഡെഫിനിഷൻ എന്താ നോക്കാം. എന്താ മോർട്ടാറിൻ്റെ ഡെഫിനിഷൻ വരുന്നത്? എ പേസ്റ്റ് ഫോംഡ് ബൈ, എന്താണ്? ഒരു പേസ്റ്റ് ഫോമാണല്ലേ? അല്ല, ഒരു മിക്സ്ചർ ഒരു പേസ്റ്റ് ഫോമിലാണ് വരുന്നത്. ബൈ അഡീഷൻ ഓഫ് വാട്ടർ ടു എ മിക്സ്ചർ കമ്പോസ്ഡ് ഓഫ് എൻ അഗ്രിഗേറ്റ് സച്ച് ആസ് സാൻഡ്. അഗ്രിഗേറ്റ് എന്താണ്? അഗ്രിഗേറ്റ് പല സൈസിൽ വരും. ഒന്ന് ഫൈൻ അഗ്രിഗേറ്റ് ഉണ്ട്, മറ്റൊന്ന് കോഴ്സ് അഗ്രിഗേറ്റ് ഉണ്ട്. എന്താ ഫൈൻ ആയിട്ടുള്ള അഗ്രിഗേറ്റ്? ഈ സാൻഡ് അല്ലേ? സാൻഡിനെയാണ് നമ്മൾ പറയുക ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയാം. കോഴ്സ് അഗ്രിഗേറ്റ് എന്തായിരിക്കും? വലിയ വലിയ മെറ്റലുകളില്ലേ, നമ്മൾ കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്ന മെറ്റലില്ലേ, അതിനാണ് ഈ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അഗ്രിഗേറ്റ് എന്താ? ഞാനൊരു തവണ പറഞ്ഞു തന്നിരുന്നല്ലോ. അഗ്രിഗേറ്റ് എന്താ? നമ്മൾ കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്ന മെറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുക? അഗ്രിഗേറ്റ് എന്ന് പറയുക. അതിൽ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ അത് സാൻഡാണ്. അതായത് ഫൈനായിട്ടുള്ള പൗഡർ ഫോം ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? അതായത് സാൻഡിലാണ് വരിക അത്. ഓക്കെ, സാൻഡിനെ നമ്മൾ എന്ത് പറയും? ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയും. കോഴ്സ് അഗ്രിഗേറ്റിന് നമ്മൾ എന്താ പറയുക? കുറച്ച് വലുതായിട്ടുള്ള സൈസ് കൂടുതലുള്ളതിന് നമ്മൾ എന്ത് പറയും? കോഴ്സ് അഗ്രിഗേറ്റ്. നമ്മൾ ഈ മിനി മെറ്റലൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ ഫൈൻ അഗ്രിഗേറ്റിലാണ് പെടുക. ഓക്കെ, ഗ്രാവല് കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. ഗ്രാവൽ വലുതല്ലേ, കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. നമ്മൾ കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്ന മെറ്റലൊക്കെ എന്താണ്? കോഴ്സ് അഗ്രിഗേറ്റ് എന്നാണ് പറയുക. അതിൽ നമ്മൾ അഗ്രിഗേറ്റ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്, അതിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് സാൻഡ് ആൻഡ് മെട്രിക്സ്? നമ്മൾ പറഞ്ഞു മെട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ബൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്തോ അതാണ് എന്ത്? മെട്രിക്സ്. ഓർ ബൈൻഡിങ് മെറ്റീരിയൽ ലൈക്ക് ലൈം ഓർ സിമെൻറ്റ് ഈസ് കോൾഡ് മോർട്ടാർ. നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോർട്ടാർ ഉണ്ടാക്കുന്നത്? അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. എന്താ അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്? അഡീഷൻ ഓഫ് വാട്ടർ ടു എ മിക്സ്ചർ. ഏത് മിക്സ്ചറിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നത്? നമ്മൾ സാൻഡും അതുപോലെ തന്നെ ബൈൻഡിങ് മെറ്റീരിയൽ. ഓക്കെ, സാൻഡും ബൈൻഡിങ് മെറ്റീരിയലും തമ്മിൽ മിക്സ് ആക്കിയെങ്കിൽ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യും? വാട്ടർ കൂടെ ആഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന പേസ്റ്റ് ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക? മോർട്ടാർ എന്ന് പറയാം. എന്താ പറയുക? സാൻഡും ബൈൻഡിങ് മെറ്റീരിയലും ആഡ് ചെയ്തിട്ടുള്ള മിക്സ്ചറിലേക്ക് നമ്മൾ വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന പേസ്റ്റ് കൺസിസ്റ്റൻസി, അതായത് പേസ്റ്റ് ഫോമിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? മോർട്ടാർ എന്ന് പറയുക. ക്ലിയർ ആയോ?
അതായത് മോട്ടാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഓക്കെ, എ പേസ്റ്റ് ഫോംഡ് ബൈ ദി അഡീഷൻ ഓഫ് വാട്ടർ ടു എ മിക്സ്ചർ composed of an aggregate such as sand and a matrix or binding material like lime or cement is called mortar. നമ്മളിതിൽ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് ഏതൊക്കെ യൂസ് ചെയ്യാം? നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് ഏത് യൂസ് ചെയ്യാം? ലൈമും ഓർ സിമെൻറ്റ് അല്ലേ? ലൈമും യൂസ് ചെയ്യാം, സിമെൻറ്റും ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം അല്ലേ? രണ്ടിൻ്റെയും ഫങ്ഷൻസ് ഒന്നല്ലേ? മെറ്റീരിയൽ വേറെ ആണെങ്കിലും രണ്ട് ചെയ്യുന്ന ഫങ്ഷൻ സെയിം ആണ്, അതിൻ്റെ പ്രോപ്പർട്ടീസും ഏറെക്കുറെ സെയിം ആണ് അല്ലേ? ലൈമും സിമെൻറ്റും ലൈമിലും സിമെൻറ്റിലും പഠിച്ചതല്ലേ? രണ്ടും ചെയ്യുന്ന ഫങ്ഷൻ എന്താണ്? മെറ്റീരിയൽസിൽ തമ്മിൽ ബൈൻഡ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ലൈമും സിമെൻറ്റും. രണ്ടും എന്താണ്? ബൈൻഡിങ് മെറ്റീരിയലാണ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ടോപ്പിക് നോക്കാം. എന്താണ് ഇൻഗ്രീഡിയൻസ് ഓഫ് മോട്ടാർ? എന്താ ഇൻഗ്രീഡിയൻസ്? നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം. നമ്മളിപ്പോൾ ബ്രിക്കിൽ പഠിച്ചു, സിമെൻറ്റിൽ പഠിച്ചു അല്ലേ? എല്ലാത്തിലും നമ്മൾ ഇൻഗ്രീഡിയൻസ് പഠിച്ചു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അല്ലേ? അതുപോലെ തന്നെ മോട്ടാർ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് വൺ നോക്കിയേ. ഫസ്റ്റ് വൺ എന്താ? ബൈൻഡിങ് ഓർ സിമെൻറ്റിങ് മെറ്റീരിയൽ. എന്താ ബൈൻഡിങ് ഓർ സിമെൻറ്റിങ് മെറ്റീരിയൽ? ഏതൊക്കെയാ? സിമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതാവാം? ലൈം ആയിരിക്കാം. സിമെൻ്റ് ആയിരിക്കാം. അതാണ് ബൈൻഡിങ് മെറ്റീരിയൽ ഓർ സിമെൻറ്റിങ് മെറ്റീരിയൽ സച്ച് ആസ് സിമെൻറ്റ് ഓർ ടൈം എന്ന് അട്ടയിൽ കൊടുത്തിരിക്കുന്നത് തെറ്റി കൊടുത്തിരിക്കുന്നത് ആ ലൈമാണ്. ഓക്കെ, ക്ലിയർ ആയോ? നോക്കാം. അടുത്ത എന്താ വരുന്നത്? അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഏതാ? ഫൈൻ അഗ്രിഗേറ്റ്. ഏതൊക്കെയാ? ഫൈൻ അഗ്രിഗേറ്റ് സാൻഡ് അല്ലേ? സാൻഡ്, ആഷസ് ഏതൊക്കെ? നമുക്ക് വോൾക്കാനിക് ആഷ് എടുക്കാം, ഫ്ലൈ ആഷ് എടുക്കാം, അതുപോലെ എന്താ നോർമൽ ആയിട്ടുള്ള ആഷ് എടുക്കാം, വുഡൻ്റെ ആഷ് എടുക്കാം. എന്താണ് സിന്ദർ? എന്താ? അതായത് ഈ കോളില്ലേ, കരി, കോള് ഇട്ടിട്ടില്ലേ? COAL. എന്താ? കരി. ഈ കരിയൊക്കെ പകുതി മാത്രം പാർഷ്യലി ബേൺ ചെയ്തിട്ടുള്ള, അതായത് പകുതി മാത്രം കത്തി ബാക്കി നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സിന്ദർ എന്ന് പറയുക. എന്താ? CINDER. അതൊക്കെ നമ്മൾ എന്തിനു യൂസ് ചെയ്യും? അതിൻ്റെ പൗഡർ ഫോമിലായിട്ടുള്ളതൊക്കെ നമ്മൾ എന്തിനു യൂസ് ചെയ്യും? മോട്ടാർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. ഞാനിതിൽ നോട്ട് ചെയ്തിട്ട് അയക്കാം നിങ്ങൾക്ക്. സിന്ദർ എന്താണെന്നുള്ളതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ട് അയക്കാം. പാർഷ്യലി ബേൺഡ് കോൾ, അതായത് ഈ കരിയൊക്കെ പകുതി മാത്രം കത്തി ബാക്കിയുള്ള അവശേഷിക്കുന്നതില്ലേ, അതിനെന്ത് പറയും? സിന്ദർ എന്ന് പറയാം. ഓക്കെ, എക്സെട്ര സച്ച് ആസ് സാൻഡ്, സുർക്കി എന്താ? സുർക്കി മെറ്റീരിയൽ കേട്ടിട്ടില്ലേ? കൂടുതൽ ലൈമിൻ്റെ കൂടെയാണ് സുർക്കി യൂസ് ചെയ്യുക. ലൈം, സുർക്കി, മോട്ടാർ. ഓക്കെ, അതൊക്കെ എന്താണ്? ഫൈൻ അഗ്രിഗേറ്റിൽ പെടുന്നതാണ്, അതായത് ഫൈനായിട്ടുള്ള പൗഡർ ഫോമിലുള്ളതാണ്. അപ്പോൾ എന്ത് കഴിഞ്ഞു? ബൈൻഡിങ് മെറ്റീരിയൽ കഴിഞ്ഞു, ഫൈൻ അഗ്രിഗേറ്റ് കഴിഞ്ഞു. അടുത്ത എന്താണ്? മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഏതാ? വാട്ടർ എങ്ങനെയായിരിക്കണം? വാട്ടർ ഷുഡ് ബി ഫ്രീ ഫ്രം ഓയിൽസ്, ആസിഡ്സ്, ആൽക്കലീസ് ആൻഡ് അതർ ഇൻഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ്. എന്താ? ഓയിൽസ് ഉണ്ടാവാൻ പാടില്ല. പിന്നെന്താണ്? വാട്ടറിൽ ആസിഡിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല, ആൽക്കലി കണ്ടൻറ്റും ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ എന്താണ്? ഇൻഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ്. എന്താണ്? പ്ലാസ്റ്റിക് പോലുള്ള ഇമ്പ്യൂരിറ്റീസ്, മാലിന്യങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. എങ്ങനെയുള്ള വാട്ടർ ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഓയിൽസ്, ആസിഡ്സ്, ആൽക്കലീസ് ആൻഡ് അതർ
ഇൻഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ്. ഓക്കെ, ഇപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് കിട്ടിയല്ലോ. ഏതൊക്കെ 3 ഇൻഗ്രീഡിയൻസ്? ബൈൻഡിങ് ഓർ സിമെൻറ്റിങ് മെറ്റീരിയൽസ്, പിന്നെന്താ വരുന്നത്? ഫൈൻ അഗ്രിഗേറ്റ്, ഏതൊക്കെയാ? സാൻഡ്, സുർക്കി, ആഷസ് ഒക്കെ വരുന്നത് കേട്ടോ. വാട്ടർ എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഓയിൽസ്, ആസിഡ്സ്, ആൽക്കലീസ് ആൻഡ് അതർ ഇൻഓർഗാനിക് മെറ്റീരിയൽസ്. അപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് ഓക്കെ ആയില്ലേ? എളുപ്പത്തിൽ പഠിക്കാം അല്ലേ? മോട്ടാർ എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കറിയാം. മോട്ടാറിൻ്റെ ഡെഫിനിഷനിൽ നമുക്കറിയാം ഏത് മെറ്റീരിയൽ. 3 ടൈപ്പ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബൈൻഡിങ് മെറ്റീരിയലാണ്, രണ്ടാമത്തെ ഫൈൻ ആയിട്ടുള്ള അഗ്രിഗേറ്റ് ആണ്, മൂന്നാമത്തെ വാട്ടറാണ്. ഇതിന് ഓരോന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ബൈൻഡിങ് മെറ്റീരിയൽ സിമെൻറ്റ്, ലൈമ് അതുപോലുള്ള മെറ്റീരിയലാണ് നമ്മൾ ബൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറ്. നമ്മൾ മുന്നത്തെ ടോപ്പിക്കിലൊക്കെ പഠിച്ചതാണ്. സിമെൻറ്റ് എന്താണ്, ലൈം എന്താണ്, അതൊക്കെ എന്താണ്? മെറ്റീരിയൽസിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? സിമെൻറ്റും ലൈമൊക്കെ. ഓക്കെ, പിന്നെന്താണ് വരുന്നത്? ഫൈൻ അഗ്രിഗേറ്റ്. ഏതാ ഫൈൻ അഗ്രിഗേറ്റ്? ആഷസ്, സാൻഡ് അല്ലേ, സുറുക്കി മെറ്റീരിയലൊക്കെ ഫൈൻ അഗ്രിഗേറ്റിലാണ് വരിക. വാട്ടർ എങ്ങനെ ഇരിക്കണം പറഞ്ഞ എല്ലാവരും? ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ആൻഡ് അതർ ഇൻഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ്. എന്താണ് ഇൻഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പ്ലാസ്റ്റിക് പോലുള്ളത് അല്ലേ? ഓർഗാനിക് അല്ലാത്ത ഇമ്പ്യൂരിറ്റീസ്, മാലിന്യങ്ങൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇൻഗ്രീഡിയൻസ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു, ഇൻഗ്രീഡിയൻസ് പഠിച്ചു. ഡെഫിനിഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? മോട്ടാർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലേ? അതിൽ നമ്മൾ പഠിച്ചു ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയുള്ളതെന്ന്. ഫൈൻ അഗ്രിഗേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബൈൻഡിങ് മെറ്റീരിയൽ ഉണ്ട്. ആ മിക്സിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാട്ടർ ആഡ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ഫോം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനെയാണ് നമ്മൾ മോട്ടാർ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനിഷനും കിട്ടും, അതുപോലെ തന്നെ എന്തും കിട്ടും? അതിൻ്റെ ഇൻഗ്രീഡിയൻസും കിട്ടും. ക്ലിയർ അല്ലേ? ഒരാൾ മാത്രമാണല്ലോ യെസ് പറഞ്ഞ്. അടുത്ത ടോപ്പിക്കിൽ കിടന്നാലോ? അടുത്ത ടോപ്പിക് എന്താ? ഫങ്ഷൻസ് ഓഫ് മോട്ടാർ. മോട്ടാർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ മോട്ടാർ അവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഫങ്ഷൻ എന്താണ്? മോട്ടാർ അവിടെ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് മോട്ടാർ നോക്കുന്നതെന്ന് നോക്കിയാൽ എന്താണ്? ഫസ്റ്റ് പോയിന്റ് എന്താ? ഇറ്റ്സ് ബൈൻഡ് ടുഗദർ സ്റ്റോൺസ് ഓർ ബ്രിക്സ് പ്രോപ്പർലി. സ്റ്റോൺസിനെയും ബ്രിക്സിനെയും തമ്മിൽ ബൈൻഡ് ചെയ്യിക്കാനായിട്ട്, ബൈൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ചേർത്ത് നിർത്താനായിട്ട് അല്ലേ? ബൈൻഡ് ചെയ്യിക്കുക, ഒരുമിച്ച് നിർത്താം. അങ്ങനെ സ്റ്റോണിനും ബ്രിക്കിനും ഒരുമിച്ച് നിർത്താനായിട്ട് യോജിപ്പിച്ച് നിർത്താനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? മോർട്ടാർ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ബ്രിക്ക് മേസൺറി ചെയ്യുമ്പോൾ നമ്മൾ ബ്രിക്സിൻ്റെ ജോയിൻസിൽ എന്താണ് ഫില്ല് ചെയ്ത് കൊടുക്കുക? മോർട്ടാറാണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ 2 ബ്രിക്കുകളെയും സ്ട്രെങ്ത്തോടു കൂടി ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് നിർത്താനായിട്ടാണ് നമ്മൾ മോട്ടാർ യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ. എന്താ? ഇറ്റ്സ് ബൈൻഡ്സ് ടുഗദർ സ്റ്റോൺസ് ഓർ ബ്രിക്സ് പ്രോപ്പർലി. ബ്രിക്സിനെയും സ്റ്റോൺസിനെയും പ്രോപ്പറായിട്ട് ബൈൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? മോട്ടാർ യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് നോക്കാം. ഇൻ എനി കോൺക്രീറ്റ് ഇറ്റ്സ് ഹോൾഡ്സ് കോഴ്സ് അഗ്രിഗേറ്റ്സ് ടുഗദർ. എന്താണ്? കോൺക്രീറ്റിൽ നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്യും? ഫൈൻ അഗ്രിഗേറ്റിംഗ് യൂസ് ചെയ്യും, കോഴ്സ് അഗ്രിഗേറ്റിംഗ് യൂസ് ചെയ്യും, അതുപോലെ ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ഉണ്ടാവും. അതാണല്ലോ നമ്മുടെ കോൺക്രീറ്റ്. അപ്പോൾ ഈ കോൺക്രീറ്റിലെ ഫൈൻ അഗ്രിഗേറ്റിനും കോഴ്സ് അഗ്രിഗേറ്റിനും ഒരുമിച്ച് കൂട്ടി നിർത്തുന്നത് എന്താണ്? ഈ മോർട്ടാറാണ്. അതായത് കോൺക്രീറ്റിലേക്ക് കോഴ്സ് അഗ്രിഗേറ്റിന്, അതായത് നമ്മുടെ ഹെവി ആയിട്ടുള്ള മെറ്റൽസ് ഇല്ലേ, വലിപ്പമുള്ള മെറ്റൽസ്, അതിനാണ് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയാമെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ആ കോഴ്സ് അഗ്രിഗേറ്റിനെ ചേർത്ത് നിർത്തുന്നത് എന്താണ്? ഈ മോർട്ടാറാണ്.
ഓക്കെ, കോൺക്രീറ്റിലെ കോഴ്സ് അഗ്രിഗേറ്റിനെ ഒരുമിച്ച് കൂട്ടി നിർത്താനായിട്ട് മോർട്ടാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഇൻ സ്റ്റോൺ മേസൺറി ആൻഡ് ബ്രിക്ക് മേസൺറി ഇറ്റ്സ് ഫിൽസ് അപ്പ് എംപ്റ്റി ജോയിൻറ്റ്സ്. എന്താണ് എംപ്റ്റി ആയിട്ട്? അതായത് ഒന്നുമില്ലാത്ത ജോയിൻറ്റ്സിന് നമുക്ക്, അതായത് എംപ്റ്റി ജോയിൻറ്റ്സിനെ, ഈ മേസൺറിയുടെ ഇടയിലൊക്കെ വരുന്ന സ്പേസിനെ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്, ഒന്ന് മ്യൂട്ടാക്കുമോ? അതായത് ഈ എംപ്റ്റി ജോയിൻറ്റ്സിനെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യും? മോർട്ടാർ യൂസ് ചെയ്യും. മേസൺറിയിൽ, അതായത് ബ്രിക്ക് മേസൺറി ആയിക്കോട്ടെ സ്റ്റോൺ മേസൺറി ആയിക്കോട്ടെ, അൺനെസസറി ആയിട്ട് വരുന്ന എംപ്റ്റി ജോയിൻറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യും? ഫില്ല് ചെയ്യാനായിട്ട് മോർട്ടാർ യൂസ് ചെയ്യും. പിന്നെന്താണ്? എ തിൻ ലിക്വിഡ് മോർട്ടാർ യൂസ്ഡ് ഫോർ സച്ച് പർപ്പസസ് ടേംഡ് ആസ് ഗ്രൗട്ട്. എന്താണ്? അതായത് നമ്മുടെ സാധാരണ മോട്ടാറിൻ്റെ കൺസിസ്റ്റൻസി വിട്ട് കുറച്ചും കൂടിയും ലിക്വിഡ് ആയിട്ടുള്ള മോട്ടാർ ആവുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ടേംഡ് ആസ് ഗ്രൗട്ട്. ഗ്രൗട്ട് കേട്ടിട്ടില്ലേ? ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാത്തവർക്ക് പോലും നമുക്ക് നോർമലി അറിയാവുന്ന ടേംസ് ആണ് അല്ലേ ഗ്രൗട്ട് എന്നൊക്കെ പറയുന്നത്. ഗ്രൗട്ട് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യുക? പിന്നെ അവിടേക്ക് നമ്മൾ ഗ്രൗട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? എത്തിൻ ലിക്വിഡ് മോട്ടാർ, അതായത് നമ്മൾ നോർമലി നമ്മൾ ബ്രിക്ക് മേസൺറിക്കും സ്റ്റോൺ മേസൺറിക്കും യൂസ് ചെയ്യുന്നതിൽ വിട്ട് എന്താണ് കുറച്ചും കൂടി ലിക്വിഡ് ആയിട്ടുള്ള ഫോമിലേക്ക് മോട്ടാർ വരുമ്പോൾ പറയുന്ന പേരെന്താണ്? നിങ്ങൾക്ക് വൺ വേർഡിൽ ചോദിക്കാം കേട്ടോ. എത്തിൻ ലിക്വിഡ് മോട്ടാർ യൂസ്ഡ് സച്ച് പർപ്പസസ് ഇസ് ടേംഡ് ആസ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അതായത് മോട്ടാർ കുറച്ചും കൂടിയും തിന്നായിട്ടുള്ള ലിക്വിഡ് മോട്ടാർ ഫോമിലേക്ക് ആവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? പറയുന്ന പേരെന്താ? ഗ്രൗട്ട്. ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ, അടുത്തെന്താ? സിമന്റ് മാത്രം കലക്കി അടിക്കുന്നത് അതിന് ഗ്രൗട്ട് എന്നുള്ള പറയല്. ശരിക്കും നമ്മൾ സിമെന്റ് മാത്രമല്ല, നമ്മളതിൽ ഫൈൻ അഗ്രിഗേറ്റ്, അതായത് സാൻഡും കൂടി മിക്സ് ചെയ്യണം അതിന്റെ കറക്റ്റ് സ്ട്രെങ്ത്തും കാര്യങ്ങളും കിട്ടാനായിട്ട്. സിമെന്റ് മാത്രമായാലും നമ്മൾ അതിന് ഗ്രൗട്ട് എന്ന് പറയും. അതായത് സിമെന്റ് മാത്രം മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നതിന് ഗ്രൗട്ട് എന്ന് പറയും. പക്ഷെ നമ്മൾ എന്താണ് ശരിക്കും മോട്ടാറിൻ്റെ ലിക്വിഡായിട്ട് വരുന്ന ഒരു ഫോമിനെയാണ് നമ്മൾ മോട്ടാർ എന്ന് പറയാം, അതായത് ഗ്രൗട്ട് എന്ന് പറയാം. അതായത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ സിമെൻറ്റിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനെ ഗ്രൗട്ട്, സിമെൻറ്റ് ഗ്രൗട്ട് എന്ന് പറയുന്നു എന്നുള്ളൂ. ഓക്കെ, അടുത്ത എന്താണ് വരുന്നത്? It provides a durable weather resisting layer between different courses of masonry in the structure. എന്താണ് മേസൺറിയിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ വരുമ്പോൾ എന്താണ് അതിൽ നമ്മൾ മോട്ടാർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ മോട്ടാർ എന്താണ് ചെയ്യുന്നത്? ഡ്യൂറബിൾ ആണ്, അതുപോലെ തന്നെ വെതർ റെസിസ്റ്റിംഗ് ആണ്. വെതർ റെസിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? വെതർ റെസിസ്റ്റിംഗ് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതാണ്. അതായത് നമുക്കറിയാം കേരളത്തിലൊരു കാലാവസ്ഥ വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ മഴ നടക്കാം, എപ്പോൾ വേണമെങ്കിലും വെയിലാണ്, മഞ്ഞ്, കാറ്റ്, അതുപോലുള്ള കാലാവസ്ഥയാണല്ലേ നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ ആ കാലാവസ്ഥയെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് എന്ത്? മോർട്ടാർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ എന്തുവാണ്? ഡ്യൂറബിളാണ്. എന്താ ഡ്യൂറബിള്? പറഞ്ഞു തന്നിട്ടുള്ളതാണല്ലോ. ഈട് നിൽക്കുന്ന അതിനെയാണ് നമ്മൾ പറയുക ഡ്യൂറബിൾ എന്ന് പറയാം. ക്ലിയർ ആണോ? ഇറ്റ് പ്രൊവൈഡ് എ ഡ്യൂറബിൾ weather resisting layer between different courses of masonry in this structure. ക്ലിയർ അല്ലേ? 4 പോയിന്റ്.
ക്ലിയർ അല്ലേ 4 പോയിന്റ് ഫങ്ഷൻസ് മോട്ടാറിന്റെ ഫങ്ഷൻ? ഓക്കെ മാഡം. നോട്ട് ചെയ്തിട്ടില്ല മാഡം 4ാമത്തെ പോയിന്റ്. ഞാൻ നോട്ട് ഇന്നലെ അയച്ചിരുന്നതാണല്ലോ രതീഷ്. ഞാൻ എഴുതിയില്ല. ഓക്കെ മതി. നോക്കുക, പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് മോട്ടാർ. എന്താ പ്രോപ്പർട്ടീസ് അല്ലേ? നമ്മൾ പലതിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. സിമെൻ്റ് പ്രോപ്പർട്ടീസ് പഠിച്ചു, ലൈമിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു അല്ലേ? ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. എന്താണ്? ഇറ്റ് ഷുഡ് ബി capable ഓഫ് ഡെവലപ്പിംഗ് ഗുഡ് അഡീഷൻ വിത്ത് ദി ബിൽഡിംഗ് യൂണിറ്റ്സ്. എന്താണ് ബിൽഡിംഗ് യൂണിറ്റ്സിൽ വരുന്നത്? ഈ ബിൽഡിംഗ് ബ്ലോക്സുകളെയാണ് കേട്ടോ ബിൽഡിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് ബിൽഡിംഗ് ബ്ലോക്സ്? ബിൽഡിംഗ് ബ്ലോക്സിൽ ഏതൊക്കെയാ? ബ്രിക്സ്, കോൺക്രീറ്റിൻ്റെ ബ്രിക്സ്, ക്ലേ ബ്രിക്സ്, അതൊക്കെയാണ് എന്ത് ബ്ലോക്സിൽ വിടുക. സോളോ ബ്രിക്സ് പെടും, പിന്നെ അതുപോലെ സോളിഡ് ആയിട്ടുള്ള കോൺക്രീറ്റിൻ്റെ ബ്ലോക്കുകൾ പെടും. ഓക്കെ, ബിൽഡിംഗ് യൂണിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, തെറ്റരുത് കേട്ടോ. ബിൽഡിംഗ് ബ്ലോക്സുകളെ തന്നെയാണ് ബിൽഡിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അത് ക്ലിയർ അല്ലേ? പിന്നെന്താണ് അഡീഷൻ വിത്ത് ദി ബിൽഡിംഗ് യൂണിറ്റ്സ്? എന്താ അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? അഡീസീവ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അഡീഷൻ ഏഡ് ചെയ്യുക അല്ലേ? ഏഡ് ചെയ്യണതല്ലേ നമ്മൾ അഡീഷൻ എന്ന് പറയാം നോർമലി അല്ലേ? അഡീഷൻ ചെയ്യുക, മാത്സിൽ നമ്മൾ അഡീഷൻ ചെയ്യുക എങ്ങനെയാ? കൂട്ടുക അല്ലേ? ഈ അഡീസീവ് എന്താ? അത് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് ഇതാണ്. അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടാണ് ചെയ്യുക. ഈ ഇവിടെ യൂസ് ചെയ്യുന്ന സയൻസിൽ അഡീഷൻ നോക്കിയേ, അഡീഷൻ ADHESION, ഇതിനും അഡീഷൻ തന്നെയാണ് പറയുക. ഈ അഡീഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ അതായത് മാത്സ് ആയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പറയാനാ. നമ്മളിപ്പോൾ അഡിസീവ് മെറ്റീരിയൽ എന്ന് പറയും. എന്താ അഡിസീവ് മെറ്റീരിയൽ? ADHESIVE. എന്താ ഈ അഡിസീവ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? പശ ഒരു അഡിസീവ് മെറ്റീരിയൽ ആണ്. ഞാൻ അതല്ല ചോദിച്ചത്, എക്സാമ്പിൾ അല്ല ചോദിച്ചത്. എന്താണ് ഈ അഡിസീവ് മെറ്റീരിയൽ? അതായത് രണ്ട് മെറ്റീരിയൽസിനെ കൂട്ടി ജോയിൻ ചെയ്യിക്കുന്നത് എന്തോ അതിനെ നമ്മൾ അഡിസീവ് മെറ്റീരിയൽ എന്ന് പറയാം. മനസ്സിലായോ? അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ പശ, ഈ ഗ്ലൂ ഒക്കെ ഇല്ലേ, ഗ്ലൂ, അതിനൊക്കെ നമ്മൾ അഡിസീവ് മെറ്റീരിയൽ എന്ന് പറയും. ഈ അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ കൂടെ ഇതുപോലെ ഉറപ്പിച്ച്, അതായത് രണ്ടിനും കൂടി ചേർത്ത് നിർത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അഡീഷൻ എന്ന് പറയാം. കൂട്ടി യോജിപ്പിച്ച് നിർത്തുന്നതിന് നമ്മൾ അഡീഷൻ എന്ന് പറയും. അതിനുള്ള കഴിവുള്ള മെറ്റീരിയൽസിനെ നമ്മൾ അഡിസീവ് മെറ്റീരിയൽ എന്ന് പറയും. ഈ അഡിസീവ് മെറ്റീരിയൽ ഏതൊക്കെയാണ്? ഗ്ലൂ, പശ അല്ലേ? ഓരോ മെറ്റീരിയൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പശകളെ യൂസ് ചെയ്യുക അല്ലേ? നമ്മളിപ്പോൾ പൈപ്പ് ജോയിൻ ചെയ്യിക്കാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ ആയിരിക്കില്ല നമ്മൾ എന്തെങ്കിലും ഗ്ലാസ്സോ മിററോ എന്തെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. വുഡിന് നമ്മൾ വേറെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം എന്താണ് അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നതിന് നമ്മൾ അഡീഷൻ എന്ന് പറയാം. ഈ മോട്ടോർ എന്താ ചെയ്യുന്നത്? ഗുഡ് അഡീഷൻ, അതായത് രണ്ടിനും ചേർത്ത് നിർത്തുന്നു അല്ലേ? നമ്മൾ നേരത്തെ നമ്മൾ ഇതിൽ പറഞ്ഞു, ഏതിലാ ഫംഗ്ഷനിൽ പറഞ്ഞു, എന്താ? ബൈൻഡ് ടുഗദർ, അതായത് ബൈൻഡ് സ്റ്റോണിനെയും ബ്രിക്കിനെയും നമ്മൾ ബൈൻഡ് ചെയ്യിക്കുന്നു. അതേ ഇത് തന്നെയാണ് നമ്മൾ പ്രോപ്പർട്ടീസിലും പറയുന്നത്. എന്താണ്? അഡിസീവ് മെറ്റീരിയൽ ആണ്. എന്താ? നമ്മൾ രണ്ട് മെറ്റീരിയൽസിനെ കൂടി യോജിപ്പിച്ച് നിർത്താനായിട്ട് എന്തിനു പറ്റും? മോട്ടാറിന് പറ്റും. ക്ലിയർ ആയോ? എക്കോ വരുന്നുണ്ടോ? ആ തിയറിയാണ് രതീഷ്. മനസ്സിലായോ? അപ്പോൾ അതായത് അഡീഷൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? മോട്ടാർ യൂസ് ചെയ്യും. അതായത് ഗുഡ് ഒരു അഡിസീവ് മെറ്റീരിയൽ ആണ് എന്ത്? മോട്ടാർ എന്ന് പറഞ്ഞത്. അതായത് രണ്ട് മെറ്റീരിയലിനെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നു. ഓക്കെ, പിന്നത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ഷുഡ് ബി ഈസിലി വർക്കബിൾ. എന്താ ഈസിലി വർക്കബിൾ?
അതിനെ എളുപ്പം ചെയ്യാം. എന്താണ് നമ്മൾ വിചാരിക്കുന്ന ഫോമിലേക്ക് അതിനെ എത്തിക്കാൻ പറ്റും അല്ലേ? പെട്ടെന്ന് അതിൻ്റെ ആ ഷേപ്പ് അറ്റൈൻ ചെയ്യും. നമ്മൾ മോട്ടാറൊക്കെ കുറച്ച് നേരം നമ്മൾ ഏതിലെങ്കിലും ഷേപ്പിൽ മോൾഡിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മോൾഡിൻ്റെ ഷേപ്പായിട്ട് മാറും അത് അല്ലേ? മോട്ടാറൊക്കെ നമ്മൾ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മോൾഡിൻ്റെ ഷേപ്പായിട്ട് മാറും. ഈ മോട്ടാർ നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴായാലും ബ്രിക്സിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്ത് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ ഫില്ല് ചെയ്ത് നിൽക്കും. അതിന് മാറ്റമൊന്നും വരില്ല അല്ലേ? അത് കുറച്ചും കൂടിയും സ്ട്രെങ്തായി അത് അതുപോലെ തന്നെ നിൽക്കും. അതാണ് എന്ത്? ഇറ്റ് ഷുഡ് ബി ഈസിലി വർക്കബിൾ. നമ്മളെ ഒരുവിധം എല്ലാ മെറ്റീരിയലിലും പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അല്ലേ? സിമെൻറ്റിലും ലൈമിലും പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ബി ഈസിലി വർക്കബിൾ. എന്താണ്? ഇറ്റ് ഷുഡ് ബി ചീപ്പ്. എന്താണ്? ചീപ്പായിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? മോട്ടാർ എന്ന് വെച്ചാൽ എന്താ ചീപ്പാന്ന് പറയുമ്പോൾ? കോസ്റ്റ് കുറവാണ്. നമുക്ക് കൂടുതൽ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും എന്തിനു വരുന്നില്ല? മോട്ടാറിന് യൂസ് ചെയ്യാനായിട്ട് വരുന്നില്ല. അടുത്ത എന്താണ്? ഇറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ. എന്താ ഡ്യൂറബിള്? ഈട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് മോർട്ടാർ. അതുകൊണ്ടാണല്ലോ നമ്മൾ ബ്രിക്ക് ആയാലും സ്റ്റോൺ ആയാലും ജോയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ എന്തിനാ മോർട്ടാർ യൂസ് ചെയ്യുക? പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യും അല്ലേ? പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യില്ലേ? അതുപോലെ തന്നെ എന്തിനു യൂസ് ചെയ്യും? പോയിൻറ്റിങ്ങിന് യൂസ് ചെയ്യും, പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യും. നമ്മൾ മോട്ടാർ നമ്മുടെ ബ്രിക്സിനെയും സ്റ്റോണിനെയൊക്കെ അതിൽ ബൈൻഡിങ് മോട്ടാർ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അടുത്ത പോയിന്റ് എന്താണ്? ഇറ്റ് ഷുഡ് ബി capable of resisting penetration of rain water. എന്താ പെനിട്രേഷൻ? അതായത് നമ്മളിപ്പോൾ ചില വീടുകളിൽ കാണാം, വീട് പണി കഴിഞ്ഞ് കുറച്ച് നാളാവുമ്പോഴേക്കിനും ഈ വോളിൽ കൂടെ എന്താണ് വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങി അവിടെ ഒരു അടയാളം, വെള്ളത്തിൻ്റെ ശരിക്കുള്ള ഒരു അടയാളം കാണാൻ പറ്റും അല്ലേ? അതെന്താണ്? ശരിക്കായിട്ടുള്ള മോട്ടാർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? നമ്മൾ ഈ ലിൻഡലിൻ്റെ ഇതിൽ കൂടെയാണ് മെയിനായിട്ട് വരിക. അതായത് സൺഷെയ്ഡും ലിൻഡലും അതിൽ കൂടെയാണ് ഈ റെയിൻ വാട്ടർ പെനിട്രേറ്റ് ചെയ്ത് വരിക. അവിടെ ഈ മോട്ടാർ നമ്മൾ ചെയ്തത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? റെയിൻ വാട്ടർ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് വരിക. പെനിട്രേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽ കൂടെ ഊർന്നിറങ്ങി ഇങ്ങനെ വരിക. കണ്ടിട്ടുണ്ടാവും, ഒരുവിധം എല്ലാവരും കണ്ടിട്ടുള്ളൊരു ഇതായിരിക്കും, സംഭവമായിരിക്കും. ഇങ്ങനെ വെള്ളം ഇങ്ങനെ നനഞ്ഞ് കുതിർന്ന് ചില സമയത്ത് ഇങ്ങനെ ഒറ്റൊറ്റായിട്ട് വീഴാൻ പാകത്തിന് അത്രയ്ക്കും വെള്ളം ഉണ്ടാവും. നമ്മൾ പെയിൻറ്റ് ചെയ്തോടത്തൊക്കെ പെയിൻ്റൊക്കെ ഇങ്ങനെ ഫെയ്ഡായിണം കാണാൻ പറ്റും ആ റെയിൻ വാട്ടർ വരുന്നിടത്ത്. ഓക്കെ, റെയിൻ വാട്ടർ പെനിട്രേഷൻ. ഇതിന് നമ്മൾക്ക് ഇപ്പൊ ചില സൈറ്റിലൊക്കെ പ്ലെന്റിയസ് കോൺഫിറ്റ് ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടേ. ഇപ്പൊ നമ്മൾക്ക് സബിലൊക്കെ വർക്ക് എടുക്കുന്ന സമയത്തേ ചില ലോക്കൽ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, മീൻസ് ഈ കോൺട്രാക്ടേഴ്സ് മറ്റുള്ളവരൊക്കെ. സോ അങ്ങനെ വന്നിട്ട് അവർ പ്ലെന്റിയസ് കോൺഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. അപ്പൊ അതിൽ നന്നായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് എക്സാക്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? എന്ത് കണ്ടുപിടിക്കേണ്ട കാര്യം പറയുന്നേ? അതായത് ഇപ്പൊ നമ്മള് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് അതിൽ എത്ര കോസ്റ്റ് വരും, എത്ര ലേബറിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ വരുന്നത് അറിയാൻ പറ്റും. ഇപ്പൊ ലേബർ കോൺട്രാക്ടിന് എടുക്കുകയാണെങ്കിൽ, ബട്ട് നമുക്ക് പ്ലെന്റിയർ സ്ക്വയർ ഫീറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം അതിൽ അവർക്ക് പ്രോഫിറ്റ് അതിൽ ഏൺ ചെയ്യാൻ പറ്റും എന്ന് നമുക്കത് ഐഡന്റിഫൈ ചെയ്യണം.
സ്ക്വയർ ഫീറ്റിന് എടുക്കണോ പ്ലെയിൻ ഏരിയ സ്ക്വയർ ഫീറ്റിന് എടുക്കണോ ബെറ്റർ എന്ന് അറിയാൻ രതീഷ, നമുക്ക് അതൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം നോക്കിയേ. ഇതാണ് എന്ത് റെയിൻ വാട്ടർ പെനിട്രേഷൻ. കണ്ടോ, റെയിൻ വാട്ടർ തന്നെ ആയിരിക്കണം എന്നില്ല. നമുക്ക് എന്താണ് സാനിറ്ററി എന്നൊക്കെ വരുന്ന ലീക്കേജസ്, അതൊക്കെ എന്തിൽ വരും? ഈ പെനിട്രേഷനിൽ പെടും. കണ്ടോ, വെള്ളം ഇങ്ങനെ ഊർന്നൊലിച്ച് വരുന്ന ഈ ബ്രിക്കിലൊക്കെ കണ്ടോ കളർ ചേഞ്ച് ആയിരിക്കുന്ന കണ്ടോ അതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഇത് ഇപ്പോൾ റെയിൻ വാട്ടറിൻ്റെ പെനിട്രേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, നമ്മുടെ സാനിറ്ററിയുടെ സെറ്റിങ്സ് ഒന്നും കറക്റ്റ് ആയിട്ടല്ല ചെയ്തേക്കണേ, ലീക്കേജും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വരും. കണ്ടോ ആ, ഇതുപോലുള്ള പെനിട്രേഷനൊക്കെ നമ്മൾ ഒരു മാക്സിമം ലെവൽ വരെയൊക്കെ തടഞ്ഞു നിർത്താൻ ആർക്ക് പറ്റും? നമ്മുടെ മോട്ടാറിന് പറ്റും. അതിനുശേഷമാണ് നമുക്ക് ഈ പ്ലാസ്റ്ററിങ്ങും അതുപോലെ ഡാം പ്രൂഫിങ് കോഴ്സൊക്കെ ചെയ്തു കൊടുക്കാന്നുള്ളത് വരുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഡാം പ്രൂഫ് കോഴ്സ് നമുക്കൊരു ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളതാണ് കേട്ടോ. മനസ്സിലായോ? റെയിൻ വാട്ടർ പെനിട്രേഷൻ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അതെ, കുറച്ചുകൂടി ഇമേജസ് ഞാൻ വേണമെങ്കിൽ നോട്ട്സിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് വാട്ടർ പെനിട്രേഷനിൽ വരുന്നത്. അത് നമുക്ക് റെയിൻ വാട്ടർ ആയിട്ട് വരാം, അല്ലെങ്കിൽ എങ്ങനെ വരാം? നമ്മുടെ സാനിറ്ററി, ഇപ്പോൾ കിച്ചണിൽ നിന്നുള്ള പൈപ്പുകളുടെയൊക്കെ ലീക്കേജസ് ആവാം, അല്ലെങ്കിൽ സാനിറ്ററി നമുക്ക് ബാത്റൂമിൻ്റെ ഇതിൽ നിന്നൊക്കെയുള്ള ലീക്കേജസും കാര്യങ്ങളൊക്കെ ആവാം. ഓക്കെ, അങ്ങനെയാണ് എന്ത് വരുന്നത്. അപ്പോൾ ഈ പെനിട്രേഷനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മോട്ടാർ. ഈ പെനിട്രേഷനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തെന്താണ്? ഇറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ ആൻഡ് ഷുഡ് നോട്ട് എഫക്ട് ദി ഡ്യൂറബിലിറ്റി ഓഫ് അതർ മെറ്റീരിയൽസ്. ഇതെന്താണ്? നമ്മൾ പറഞ്ഞു മോട്ടാർ ഡ്യൂറബിൾ ആണ്, ഈട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്, മറ്റുള്ള നമ്മുടെ ബിൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ഡ്യൂറബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ക്ലിയർ ആയോ? ഷുഡ് നോട്ട് എഫക്റ്റ് ഡ്യൂറബിലിറ്റി ഓഫ് അതർ മെറ്റീരിയൽസ്. അതായത് മറ്റുള്ള മെറ്റീരിയൽസിനെ ഒരു രീതിയിലും മോട്ടാർ എഫക്റ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ ഡ്യൂറബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ക്ലിയർ ആയോ? നമ്മൾ പറഞ്ഞു മോട്ടാർ ഡ്യൂറബിൾ ആണ്. അതിനോടൊപ്പം എന്താണ്, മറ്റുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? അടുത്തെന്താണ്? ദ ജോയിൻറ്റ്സ് ഫോംഡ് ബൈ മോട്ടാർ ഷുഡ് നോട്ട് ഡെവലപ്പ് ക്രാക്സ് ആൻഡ് ദറ്റ് ഷുഡ് ബി ഏബിൾ ടു മെയിൻറ്റെയിൻ ദെയർ അപ്പിയറൻസ് ഫോർ ക്വൈറ്റ് എ ലോങ് പീരീഡ്. എന്താണ്? അതായത് നമ്മുടെ മോട്ടാറിൻ്റെ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സുകളില്ലേ, നമ്മുടെ ബ്രിക്കുകൾ, ആ ബ്രിക്കുകൾ നമ്മൾ ബ്രിക്കുകളുടെ ഇടയിലുള്ള ജോയിൻറ്റ്സ്, ആ ജോയിൻറ്റ്സിൽ നമ്മൾ മോട്ടാർ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ എന്ത് ഫോം ചെയ്യുന്നില്ല? ക്രാക്സ്. എക്കോ വരുന്നുണ്ടല്ലേ? ക്രാക്സ് ഫോം ചെയ്യുന്നില്ല. അതായത് മോട്ടാർ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്ന? ബ്രിക്കുകളുടെ ജോയിൻറ്റ്സിൽ. രണ്ട് ബ്രിക്കുകൾ ജോയിൻ ചെയ്യുക. അതായത് ബ്രിക്കായിരിക്കാം, സ്റ്റോൺ ആയിരിക്കാം, എന്ത് മെറ്റീരിയൽ വേണമെങ്കിലായിരിക്കാം. അതല്ലേ നമ്മൾ മേസൺട്രിക്ക് യൂസ് ചെയ്യുന്ന സ്റ്റോണോ ബ്രിക്കോ, അതിൻ്റെ ജോയിൻറ്റ്സിൽ നമ്മൾ എന്താണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്? മോട്ടാറാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ആ മോട്ടാർ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവുന്നില്ല? ക്രാക്സ് ഫോം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, നല്ലൊരു അപ്പിയറൻസ് നമ്മൾ എന്തിനു കൊടുക്കുന്നുണ്ട്? മേസൺട്രിക്ക് അല്ലെങ്കിൽ ആ സ്ട്രക്ചറിന് കൊടുക്കുന്നുണ്ട്. ആര്? മോട്ടാർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതായത് ക്രാക്സ് ഉണ്ടാവുന്നില്ല. അതായത് മേസൺട്രി ജോയിൻസിൻ്റെ മോട്ടാർ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് എന്തുണ്ടാവുന്നില്ല? ക്രാക്സ് ഫോം ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള അപ്പിയറൻസ് ആ സ്ട്രക്ചറിന് കൊടുക്കാനായിട്ട് മോട്ടാറിന് പറ്റുന്നുണ്ട്. ഓക്കെ, എത്ര പോയിന്റ് വരുന്നുണ്ട്?
7 പോയിന്റ് അല്ലേ? 7 പോയിന്റും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആദ്യം നമ്മൾ പറഞ്ഞു അഡിസീവ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ മോട്ടാർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈസിലി വർക്കബിൾ ആണ്, ചീപ്പാണ്, ഇറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ, പിന്നെന്താണ് കേപ്പബിൾ ഓഫ് റെസിസ്റ്റിംഗ് പെനിട്രേഷൻ ഓഫ് റെയിൻ വാട്ടർ അല്ലെങ്കിൽ വാട്ടർ. ഓക്കെ, ഈ പോയിന്റുകൾ പഠിക്കാൻ എളുപ്പമല്ലേ? ഒരു അഡിസീവ് മെറ്റീരിയൽ അത് വിട്. ഈസിലി വർക്കബിൾ ആണ്, ചീപ്പാണ്, ഡ്യൂറബിൾ ആണ്. ഈ 3 പോയിന്റ് മറക്കില്ലല്ലോ. 3 പോയിന്റ് സിമ്പിൾ, ഒറ്റ പോയിന്റ് ഒറ്റ സെന്റൻസിൽ എഴുതാവുന്നുള്ളൂ. പിന്നെന്താണ് കേപ്പബിൾ ഓഫ് റെസിസ്റ്റിംഗ് അല്ലെങ്കിൽ റെസിസ്റ്റിംഗ് പെനിട്രേഷൻ ഓഫ് റെയിൻ വാട്ടർ എന്ന് എഴുതിയാലും മതി. ഈ ഒരു സെന്റൻസ് ആയാലും മതി. റെസിസ്റ്റിംഗ് പെനിട്രേഷൻ ഓഫ് റെയിൻ വാട്ടർ. ആ, അത്രയും എഴുതിയാൽ മതി. ഓക്കെ, ഇതുപോലെ എന്താണ് ഡെവലപ്പിംഗ് വേണ്ട ഗുഡ് അഡിഷൻ വിത്ത് ദി ബിൽഡിംഗ് യൂണിറ്റ്സ്. ആ ഒരു പോയിന്റിൽ അതായാലും എഴുതിയാൽ മതി. ഫുള്ളും ഓർമ്മ വന്നില്ലെങ്കിൽ അതെങ്കിലും ഓർമ്മ വയ്ക്കുക. ഇതിലെന്താണ് എഴുതണ്ടേ? ഡ്യൂറബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് ഷുഡ് നോട്ട് എഫക്ട് ദി ഡ്യൂറബിലിറ്റി ഓഫ് അതർ മെറ്റീരിയൽസ്. അതർ മെറ്റീരിയൽസിൻ്റെ, അതായത് മറ്റുള്ള മെറ്റീരിയൽസിൻ്റെ ഡ്യൂറബിലിറ്റീനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെന്താ വരുന്നത്? ദ ജോയിൻസ് ഫോംഡ് ബൈ അതായത് നമ്മൾ ജോയിൻസിൽ മോട്ടാർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ക്രാക്സ് വരുന്നത്. ഇത് കുറച്ച് വലിയ പോയിന്റാണ്. അതായത് നമുക്ക് ഓർമ്മ വരികയാണെങ്കിൽ എഴുതിയാൽ മതി. ഓക്കെ, നമ്മളൊരു 7 പോയിന്റ് പഠിച്ചിട്ടുണ്ട്. അതിലൊരു 6 പോയിന്റ് നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. ഇതും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓർമ്മ വരികയാണെങ്കിൽ ഇതും കൂടി എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ടോപ്പിക് എന്താണ്? മോട്ടാറിൻ്റെ യൂസസ് ഓഫ് മോട്ടാർ നമ്മൾ എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. എന്താണ്? ടു ബൈൻഡ് ദി ബിൽഡിംഗ് യൂണിറ്റ് സച്ച് ആസ് ബ്രിക്സ്, സ്റ്റോൺസ് എക്സെട്ര ഇൻ ടു എ സോളിഡ് മാസ്. എന്താണ്? ബിൽഡിംഗ് യൂണിറ്റ്സിനെ ബൈൻഡ് ചെയ്യിക്കാനായിട്ട്. ബൈൻഡ് ദി ബിൽഡിംഗ് യൂണിറ്റ് സച്ച് ആസ് ബ്രിക്സ്, സ്റ്റോൺസ് ഇൻ എ സോളിഡ് മാസ്. ക്ലിയർ ആണോ? അടുത്തെന്താണ്? നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെയാണല്ലേ, ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബൈൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് മോട്ടാർ യൂസ് ചെയ്യണേന്ന്. നമുക്ക് പ്രോപ്പർട്ടീസിൽ ചോദിച്ചാലും ഫങ്ഷൻസിൽ ചോദിച്ചാലും യൂസസിൽ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. അടുത്തൊന്ന് നോക്കിയാലോ? സെക്കൻഡ് വൺ, ടു ക്യാരി ഔട്ട് പോയിൻറ്റിങ് ആൻഡ് പ്ലാസ്റ്ററിങ് വർക്ക് ഓൺ എക്സ്പോസ്ഡ് സർഫസസ് ഓഫ് മേസൺറി. എന്താണ് എക്സ്പോസ്ഡ് സർഫസ്? എന്താ എക്സ്പോസ്ഡ്? പുറത്ത് നമ്മൾ കാണുന്നത് അല്ലേ, അതാണ് എക്സ്പോസ്ഡ് ചെയ്തിട്ടുള്ള സർഫസ് എന്ന് പറയുന്നത്. അതായത് പുറത്തേക്ക് നമ്മൾ കാണുന്നത് അല്ലേ, അതിനാണ് എക്സ്പോസ്ഡ് എന്ന് പറയുക. എക്സ്പോസ്ഡ് സർഫസ് മേസൺറിയിൽ എന്തിനു യൂസ് ചെയ്യും? പോയിൻറ്റിങ് ആൻഡ് പ്ലാസ്റ്ററിങ്. പ്ലാസ്റ്ററിങ് അറിയാവുന്നതല്ലേ? തേക്കുക അല്ലേ, തേപ്പ് പണി ചെയ്യുക. അതിനാണ് നമ്മൾ പ്ലാസ്റ്ററിങ് എന്ന് പറയുക. പോയിൻറ്റിങ് എന്താണ്? പോയിൻറ്റിങ് ചെയ്ത് കൊടുക്കുക. എന്താ പോയിൻറ്റിങ്? ആ, രണ്ട് കല്ലുകൾ കൂട്ടി യോജിപ്പിക്കുക. എന്താ? രണ്ട് കല്ലുകൾ കൂട്ടി യോജിപ്പിക്കുന്നതല്ല പോയിന്റ്. ആ, അതിൻ്റെ നമ്മൾ സ്ട്രക്ചറലായിട്ടുള്ള ഒരു ഇത് കൊടുക്കും നമ്മൾ. കണ്ടോ? ബ്രിക്ക് വർക്കിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കും, ഇങ്ങനെ കാണിക്കും. കണ്ടിട്ടുണ്ടോ? ആ, ലൈൻസ് നമ്മൾ ആ ബ്രിക്കിൻ്റെ ജോയിൻസ് കറക്റ്റായിട്ട് എക്സ്പോസ് ചെയ്ത് കാണിക്കുക. ഇതാണ് നമ്മൾ ബ്രിക്ക് വർക്കിൽ ചെയ്യുക. കണ്ടോ? ഇതിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ട് കണ്ടോ? കണ്ടോ? ഇതൊരു ടൈപ്പ് പോയിൻറ്റിങ്. ബ്രിക്ക് വർക്കിലല്ലാതെ സ്റ്റോണിലെ പോയിൻറ്റിങ് എങ്ങനെ ഇരിക്കും? അപ്പോൾ സ്റ്റോൺ മേസൺറിയിൽ കണ്ടോ? കണ്ടോ? അതായത് അതിൻ്റെ കറക്റ്റ് ജോയിൻസ് എക്സ്പോസ്ഡ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പോയിൻറ്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ? ഇങ്ങനെയും പോയിൻറ്റിങ് ചെയ്യാം. കണ്ടോ? കണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്?
ക്ലിയറാ. ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്യാം. ഉണ്ടോ? ഇതൊക്കെ എന്തിലാണ് വരിക? പോയിന്റിങ്. ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. സ്റ്റോൺ മേസൺട്രി, ബ്രിക്ക് മേസൺട്രി. ഓക്കെ, ഇതൊക്കെ പോയിന്റിങ്ങിലാണ് വരിക. നമ്മൾ ഫൗണ്ടേഷനിലും ഇതുപോലെ പോയിന്റിങ് ചെയ്ത് കൊടുക്കണം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഗ്രാവലിലും. എന്തിനാണ് അത് ചെയ്ത് കൊടുക്കുന്നത്? ഓക്കെ, ക്ലിയർ അല്ലേ പോയിന്റിങ് എന്താണെന്നുള്ളത്? ആ, 2 പോയിന്റ് പറഞ്ഞു. ബൈൻഡിങ് മെറ്റീരിയൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു. അതുപോലെ പ്ലാസ്റ്ററിങ് പോയിന്റിങ് എവിടെയാണ്? എക്സ്പോസ്ഡ് ആയിട്ടുള്ള സർഫസ്, മേസൺട്രിയുടെ പുറത്തേക്ക് നമ്മൾ കാണുന്ന സർഫസിൽ പ്ലാസ്റ്ററിങ്ങും പോയിന്റിങ്ങും ചെയ്യാനായിട്ട് മോട്ടാർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഷുഡ് എംപ്ലോയ്ഡ് ഫോർ മോൾഡിങ് പർപ്പസ്. എന്താ മോൾഡിങ്? മോൾഡ് എന്താ? അച്ച് അല്ലേ? എന്താണ് മോൾഡ്? നമുക്ക് ഏത് ഷേപ്പിലേക്കാണോ വേണ്ടത് അതിൻ്റെ അച്ച്, അതിന് നമ്മൾ മോൾഡ് എന്നല്ല പറയാ. ആ, അച്ച് എന്ന് പറയും അല്ലേ? നമ്മളിപ്പോ പുട്ട് വരുന്നത് പുട്ടിന്റെ ഷേപ്പില് അല്ലേ? വീണിട്ടുള്ള ഷേപ്പില്. അതുപോലെ പുട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കും. അത് അതിന്റെ മോൾഡിൽ അത് അങ്ങനെ ഇടുന്നതുകൊണ്ടാ അത് ആ ഷേപ്പിലേക്ക് വരുന്നേ അല്ലേ? ആ, അപ്പൊ അതുപോലെ എന്താ? ആ, അതന്നെ, അത് അതിന്റെ ഷേപ്പിലാ ചിരട്ടപ്പുട്ട് അങ്ങനെ വരുന്നത്. അതിന്റെ മോൾഡ് ആ ഷേപ്പിലായതുകൊണ്ടല്ലേ? അതിന്റെ അച്ച് അതായതുകൊണ്ടാണ്. ആ, ഡൈ എന്ന് പറയും. ഡൈ, അതായത് ഡൈ എഞ്ചിനീയറിംഗ് ഒക്കെ എന്ന് പറയുന്നത് ഈ മോൾഡുകൾ ഉണ്ടാക്കുന്നതാ. ഡൈ ചെയ്യാന്ന് വെച്ചാൽ ഡൈ മോൾഡിങ് ഉണ്ടാക്കുക. അതായത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ മോൾഡ് ഉണ്ടാക്കുന്നത് നമ്മൾ ഡൈ ചെയ്യാന്ന് പറയാം. ഡൈ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. നോർമലി സിവിൽ എഞ്ചിനീയറിംഗ്. എന്താ? ആ, ഡൈ ഉണ്ടാക്കുക. അതായത് വലിയ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വർക്കിനൊക്കെ ഡൈ, അതായത് ഡൈ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സാണ് എന്ത്? ഡൈ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൈ ചെയ്താൽ അതായത് മോൾഡ് ഉണ്ടാക്കുക. അപ്പോൾ മോൾഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? മോട്ടാർ യൂസ് ചെയ്യുന്നുണ്ട് മോൾഡിങ് പർപ്പസസിന് വേണ്ടിയിട്ട്. അടുത്ത എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫോം ജോയിൻറ്റ്സ് ഓഫ് പൈപ്പ്. അതായത് പൈപ്പിൻ്റെ ജോയിൻറ്റ്സ് നോർമലായിട്ടുള്ള നമ്മുടെ PVC പൈപ്പുകളൊന്നല്ല, മറ്റേ നമ്മൾ ക്ലേ പൈപ്പുകൾ കണ്ടിട്ടുണ്ടോ? അതായത് ഇതിൻ്റെയൊക്കെ ക്ലേ ഉപയോഗിച്ചുണ്ടാക്കുന്ന പൈപ്പുകൾ, വലിയ വലിയ പൈപ്പുകളില്ലേ, കുറച്ച് വലിപ്പമുള്ളത്. ആ, പുകയടുപ്പിനൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് വലിപ്പമുള്ള, ആദ്യകാലത്തൊക്കെ യൂസ് ചെയ്തിരുന്നത്. ആ, അതായത് ആദ്യം, അതായത് നമുക്ക് പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പറ്റാത്തടത്ത്, ഇപ്പോൾ പുകയില്ലാത്ത അടുപ്പിൻ്റെ പുകയൊക്കെ പോകുന്നത് നമുക്ക് ചൂടുള്ളത് യൂസ് ചെയ്യാനായിട്ട്, അതായത് PVC ഒക്കെ ആണെങ്കിൽ ഒരു കൂടുതൽ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ അതിനെന്ത് പറ്റും? ഡാമേജ് സംഭവിക്കും അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്ലേ പൈപ്പ്സുകൾ യൂസ് ചെയ്യുന്നത്. ആ, അപ്പോൾ അവിടെ ഉള്ളിടത്ത് നമ്മൾ അതിൻ്റെ ജോയിൻറ്റ്സ്, അത് ജോയിൻറ്റ് ചെയ്യുന്നിടത്ത് എന്ത് യൂസ് ചെയ്യും? നമ്മൾ മോട്ടാർ വെച്ചിട്ടായിരിക്കും ഈ പൈപ്പിൻ്റെ ജോയിൻറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ പൈപ്പ് ജോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ നോർമലായിട്ടുള്ള പൈപ്പ്സ് ആലോചിക്കരുത്, അതിനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ? ആ, അതായത് നമുക്ക് എല്ലാ സാധനവും ഹീറ്റ്, അതായത് ഇപ്പോൾ PVC ഒക്കെ പറയുന്നത് പോലെ നമുക്ക് ഈ പുകയില്ലാത്ത അടുപ്പിനൊന്നും അത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ.
അതായത് കൂടുതലായിട്ടുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അതുപോലെയുള്ള പൈപ്പുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കോൺക്രീറ്റ് പൈപ്പുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജോയിൻറ്റ്സ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? മോട്ടാർ യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് എന്താണ് വരുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ജനറൽ അപ്പിയറൻസ് ഓഫ് ദി സ്ട്രക്ചർ. ഒരു നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ജനറൽ അപ്പിയറൻസ് കൊടുക്കാനായിട്ട് മോട്ടാറിന് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഓക്കെ. പിന്നെന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹൈഡ് ഓപ്പൺ ജോയിൻറ്റ്സ് ഓഫ് എ മേസൺറി വർക്ക്. നമുക്ക് മേസൺറി വർക്കിൽ വരുന്ന അൺനെസസറി ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്പണിംഗ് ഭാഗങ്ങളായിരിക്കാം, അത് മോട്ടാർ വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാറുണ്ട്. ഓക്കെ. ഓപ്പൺ ജോയിൻറ്റ്സ് ഓഫ് എ മേസൺറി വർക്ക്. എന്തെങ്കിലും ജോയിൻറ്റ്സ് ഓപ്പൺ ആയിട്ട് വരികയാണെങ്കിൽ, ഓപ്പൺ ആയിട്ടുള്ള അൺനെസസറി അൺവാണ്ടഡ് ആയിട്ടുള്ള ഓപ്പൺ സ്പേസുകൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മോട്ടാർ ഫില്ല് ചെയ്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. പിന്നെന്താണ്? ഇറ്റ് യൂസ്ഡ് ആസ് എ മെട്രിക്സ് ഇൻ കോൺക്രീറ്റ്. കോൺക്രീറ്റിലെ മെട്രിക്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു കോഴ്സ് അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന, അതായത് കോഴ്സ് അഗ്രിഗേറ്റിനെ ചേർത്ത് നിർത്തുന്നത് ആരാണ്? മോർട്ടാറാണ് അല്ലേ? കോൺക്രീറ്റിലെ കോഴ്സ് അഗ്രിഗേറ്റിന്, അതായത് വലിയ മെറ്റൽസിനെ ജോയിൻ ചെയ്ത് നിർത്തുന്നത് ആരാണ്? മോർട്ടാറാണ്. ഓക്കെ. നമ്മൾ ആദ്യം പറഞ്ഞതല്ലേ ഇത് ഈ പോയിന്റ്? എന്തിലാ പറഞ്ഞേ? ഫങ്ഷൻസിൽ. ഇറ്റ് ഹോൾഡ്സ് കോഴ്സ് അഗ്രിഗേറ്റ് ടുഗദർ. എന്തിൽ? കോൺക്രീറ്റിങ്ങിൽ. ക്ലിയർ അല്ലേ? ഇന്നത്തെ ടോപ്പിക്സ് ക്ലിയർ അല്ലേ? അപ്പം എല്ലാവരും നോട്ട്സ് ചെയ്താൽ, നോട്ട്സ് ഞാൻ മുന്നേ അയച്ച് തന്നിട്ടുണ്ട്. നോട്ട്സ് എല്ലാവരും എഴുതാം കേട്ടോ. അതല്ല, ക്ലാസ് നമ്മൾ അങ്ങനെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്ക് ഇങ്ങനെ പറഞ്ഞു പോകും.